ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സജന ഫിറോസ് ഇഷ്യൂ തന്നെയാണ്. കുറച്ച് നാളായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയും പിന്നെയും കുറേയധികം ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്, ഫോൺ കോളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു ഫോൺ കോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിൽ ഇവർ വന്ന് പറയുന്ന ആരോപണങ്ങളെക്കുറിച്ചും അതിനെ ഒത്തുതീർപ്പാക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കുന്നതാണ്. ആ ഒരു ഓഡിയോ കോളിൽ ഇവർ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മളിതിൽ പറയുന്നതാണ്. അതിനു മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ, ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഇത് പോകത്തുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സജന ഫിറോസ് ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ആദ്യമേ അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ മെയിനായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഓഡിയോ ക്ലിപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നും കൂടി പറയാം. സജനയും ഫിറോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷമാണ് ഇവർ ഭയങ്കരമായിട്ട് കുറച്ചും കൂടി ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തികൾ കൂടിയാണ് ഇവർ. അതിന് ശേഷം ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് നോർമലായിട്ട് അങ്ങനെ പോകുമായിരുന്നു. ഇവർ ഡിവോഴ്സ് ചെയ്തു. അതിന് ശേഷം ഒരുമിച്ചൊക്കെ പല പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു സജനയും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയും തമ്മിൽ ബന്ധത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം വാർത്തകൾ വരാൻ തുടങ്ങി. ചില ഫോട്ടോസ് ഈ സജനയും റസൂൽ പൂക്കുറ്റിയും പങ്കുവെച്ചതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഫിറോസ് അതിനെപ്പറ്റി പ്രതികരിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ കണക്ക് ഇവർ ഒരുമിച്ചുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരെ വോയിസ് ക്ലിപ്പൊക്കെ ഈ ഒരു റസൂൽ പൂക്കുറ്റി സജനയുടെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ ഒരു ഫിറോസ് വന്നതിനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന. കർമ്മയെന്ന് പറയുന്നത് ഒരിക്കൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇതേ കണക്ക് ഫിറോസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇതേ കണക്ക് തന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ പേരൊന്നും കറക്റ്റായിട്ട് ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പേരെടുത്തല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ വന്ന സമയത്ത് സജനയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സജന കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഈ ഒരു സജനയുണ്ടെങ്കിൽ ഫിറോസിനെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കല്യാണം കഴിച്ച് ചെന്നതിന് ശേഷം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരുന്നു ഈ ഒരു ഫിറോസിനെതിരെ സജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വ്യക്തി പല പെൺകുട്ടികളുമായിട്ട് തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട് ഫിറോസ് എന്നുള്ളൊരു കാര്യമാണ് സജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ പ്രസവമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇത് അറിയുന്നതും. അതിന് ശേഷമുണ്ടെങ്കിൽ തനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആ ഒരു റിലേഷനിൽ നിന്ന് താനാണ് മുൻകൈ എടുത്ത് ഇറങ്ങി വന്നേ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ ഒക്കെ സജന പുറത്ത് വിട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഫിറോസിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങി. നീ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളായിരുന്നോ, ഇങ്ങനെ ഒരാളായിരുന്നിട്ടാണോ നീ ഉണ്ടെങ്കിൽ സജനയ്ക്കെതിരെ ഇത്രയും നെഗറ്റീവായിട്ട് പറഞ്ഞത്, അത് വിശ്വസിച്ച് കുറേയധികം പേര് ഞങ്ങളെല്ലാവരും അവർക്ക് പോയി കമൻസൊക്കെ ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് ഈ ഒരു കാര്യത്തിൽ ഫിറോസിനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും സജനയ്ക്ക് സപ്പോർട്ടായിട്ട് വീഡിയോസും കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരിട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതേ കണക്കിരിക്കുന്ന സമയത്താണ് ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റസൂൽ പൂക്കുറ്റിയും ഈ ഒരു സജന തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംസാരത്തിലുണ്ടെങ്കിൽ ഇവർ റിലേഷനിലാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. ഇത് പുറത്ത് വന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയമാകാൻ തുടങ്ങിയപ്പം സജന പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നുള്ള രീതിയിൽ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് കുറേയധികം പേര് സജനയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. സജന ഉണ്ടെങ്കിൽ പലരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഈ സജന തന്നെ പറയുന്നതിൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ വന്നതിന് ശേഷം സജനയ്ക്കെതിരെ നെഗറ്റീവായിട്ട് ഫുള്ള് വരാൻ തുടങ്ങി. വേറെ ആരും ഈ സജന പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ ഇരിക്കാൻ തുടങ്ങി. കാരണം സജന എന്ത് പറഞ്ഞാലും കള്ളമാണ്. സജന ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കള്ളങ്ങൾ പറയുന്നു എന്നുള്ള സമയത്താണ് ഈ ഒരു ഫിറോസ് ഉണ്ടെങ്കിൽ വേറെ കുറേയധികം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റസൂൽ പൂക്കുറ്റിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ
ഈ ഒരു സജിനയുടെ ഉമ്മയൊക്കെ സംസാരിക്കുന്ന കുറേ വോയിസ് ക്ലിപ്പുണ്ട്. അതെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇതേ കണക്ക് 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി, അത് ഒരു വട്ടം അബോർട്ട് ചെയ്തു, രണ്ടാമത് തനിയെ പോയി, ഈ ഒരു റസൂൽ പൂക്കുറ്റി തന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്, ഞാനുണ്ടെങ്കിൽ ചെയ്ത തെറ്റിന് കിട്ടുന്ന ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതോടെ പിന്നെയും ഈ ഒരു സജിന ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിലാണ് പോയി പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സജിന ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വരികയും വന്നതിന് ശേഷം ദിയ സന എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടും വേറൊരു ഫ്രണ്ടൊക്കെയാണ് ഈ ഒരു വോയിസും കാര്യങ്ങളും ലീക്ക് ചെയ്തത്, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേയധികം ന്യായീകരണങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഫിറോസിനെതിരെ അപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫിറോസിനെതിരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളായിരുന്നു ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതാരും വിശ്വസിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതിപ്പം ദേഷ്യം തീർക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സജിന തന്നെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് ഈ സജിന ആ പെൺകുട്ടിയെടുത്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പായിരുന്നു. ഇത് കണക്ക് ആ പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ എന്നൊക്കെ ചോദിച്ച സമയത്ത് അതേ റിലേഷനാണ്, പക്ഷേ ഞാൻ ഇതേ കണക്ക് ഇത് വെളിയിലൊന്നും വരാൻ പാടില്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് സജിന ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞേ പറ്റൂ, പക്ഷേ ഞാനിത് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പുറത്ത് വിടുന്നില്ല, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് കാര്യങ്ങളുണ്ടോ അത് എനിക്ക് തരൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നോക്കിയിട്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ്, അവർ തമ്മിൽ സംസാരിച്ച വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും ഈ ഒരു സജിന പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി ഫിറോസ് ഖാന് ആ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഫിറോസ് ഖാൻ അത് സമ്മതിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫിറോസ് ഖാൻ ഉണ്ടെങ്കിൽ വീഡിയോയിൽ വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി കുറേയധികം ശ്രമങ്ങൾ പലവരും നടത്തുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ പല തെറ്റുകളും മറച്ചു വെക്കാനാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്ന വോയിസ് ക്ലിപ്പ് അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സജിനയും ഫിറോസും സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ ഉണ്ടെങ്കിൽ ഈ ഒരു സജിന ഫിറോസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങളല്ലേ ഞാനും റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വിട്ട, നിങ്ങളുണ്ടെങ്കിൽ സായി കൃഷ്ണയ്ക്ക് നിങ്ങളല്ലേ കൊടുത്തത്, നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന് എനിക്കറിയാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് അങ്ങനെ തോന്നുകയാണ്, എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് നേരിട്ടേ ചെയ്യത്തുള്ളത്, നിനക്കറിയാവുന്ന ഒരു കാര്യമാണ്, പിന്നെ നീ എന്തിനാണ് വിചാരിക്കുന്നത് നിൻ്റെ വോയിസ് ക്ലിപ്പ്, അത് നീയും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത് ഞാനാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഫിറോസ് പറയുന്നുണ്ട്. അതേ സമയത്ത് സജിന പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ തന്നെയാണത് പുറത്ത് വിട്ടേന്നറിയാം, നിങ്ങൾ പുറത്ത് വിടാതെ അതെങ്ങനെയാണ് വെളിയിൽ വന്നേ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു സജിന ചോദിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ ഫിറോസ് പറയുന്ന ഒരു കാര്യം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ഞാൻ ചെയ്യുവാണെങ്കിൽ നേരെ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം മെയിനായിട്ട് ഈ ഒരു ഫിറോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കാര്യമാണ്. അതിനകത്ത് ആ ഒരു ഓഡിയോയിലൊക്കെ ഈ ഒരു ഫിറോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീയാണ് ആ ഒരു പെൺകുട്ടിയുടെ കാര്യം ഉണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് എടുത്തിട്ടേക്കുന്നത്, ഇത് വലിയ രീതിയിലേക്ക് ചർച്ചയായേക്കുവാണ്, പിന്നെ നീയും ആ പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്ന് ഇത് കാരണം എൻ്റെ ഭാവി തന്നെ പ്രശ്നത്തിലായിരിക്കുവാണ്, ഇതിൻ്റെ ഇപ്പോൾ കേസും കാര്യങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ നിനക്കറിയാലോ എനിക്ക് എൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടും, അങ്ങനെ എങ്ങാനും വന്നാൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ എടുക്കും എന്നുള്ള രീതിയിൽ ഫിറോസ് സജിനെ എടുത്ത് ആ ഒരു കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്ത കണക്ക് നീയും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫിറോസ് ഖാൻ സജിനെ എടുത്ത് പറയുന്നത്. അപ്പം ഈ ഒരു സജിന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തെന്നു, നിങ്ങൾ എന്നെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെന്നെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, നിങ്ങളാണ് ഞാനും പൂക്കുറ്റിയും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ച ഓഡിയോസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴത്തേന് ആ സമയത്ത് പിന്നെ ഈ ഒരു ഫിറോസ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടില്ല, നിങ്ങൾ വിശ്വസിക്കൂ, അതേപോലെ തന്നെ നീ എന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു ഫിറോസ് പറയുന്നത്. ഈ കാര്യത്തിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, നീ ഒരു വീഡിയോയും കൂടി എക്സ്ട്രാ ഇടണം, ആ ഒരു വീഡിയോയിൽ നീ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കള്ളമാണ്, അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതും കൂടി ഈ ഒരു ഫിറോസ് സജിനെ എടുത്ത് പറയുന്നുണ്ട്. നീ ഇതേ കണക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാനാണ് ഫിറോസ് പറയുന്നത്. ഈ ഒരു കാര്യം ഫിറോസ് ഉണ്ടെങ്കിൽ സജിനെ അടുത്ത് പറഞ്ഞതും സജിന തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, അഥവാ ഞാനിപ്പോൾ അതേ കണക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള കേസും കാര്യങ്ങളും ഇത് കുത്തി പൊങ്ങി വരത്തേ ഉള്ളൂ, ആ പൊങ്ങി വരുന്ന സമയത്ത് ആ ഒരു ഓഡിയോ ഒക്കെ പൊങ്ങി വരുന്ന സമയത്ത്
പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇതേ കണക്ക് ഇതിന് മുമ്പ് വന്നിട്ട് ഇതേ കണക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും സത്യമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനും താങ്കളും കൂടെ ചേർന്ന് നടത്തുന്ന നാടകമാണെന്നേ അവർ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർ വിശ്വസിക്കത്തില്ല എന്നുള്ള രീതിയിലും കൂടി ഇവർ ഈ ഒരു വോയിസിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫിറോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഇതൊന്നും പൊങ്ങി വരത്തില്ല. പൊങ്ങി വരണമെങ്കിൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പം നിൻ്റെ കയ്യിൽ മാത്രമേ ഇല്ല, ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് നിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നീ പുറത്ത് വിടാതെ ഇതൊന്നും വെളിയിൽ വരത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ നീയാണ് ഇത് പുറത്ത് വിട്ടത്, എനിക്കെതിരെ ചെയ്തതാണെന്നല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേന് സജിന പറയുന്നൊരു കാര്യം, ഞാനായിട്ട് ആർക്കും എവിടെയും പുറത്ത് വിടത്തില്ല എന്നുള്ള രീതിയിൽ സജിന പറയുന്നുണ്ട്. അപ്പോൾ ഫിറോസ് ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് നിൻ്റെ അടുത്ത് മാത്രം ആ പെൺകുട്ടി സംസാരിച്ചത് എങ്ങനെ വെളിയിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ സജിന പറയുന്നൊരു കാര്യം, ഞാനിതേണക്ക് വേറെ ഫ്രണ്ട്സിനും കാര്യത്തിനൊക്കെ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അവരെങ്ങാനും ആയിരിക്കാം ഷെയർ ചെയ്തേ എന്നുള്ള രീതിയിൽ ഈ ഒരു സജിന ഫിറോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫിറോസ് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും നടക്കത്തില്ല, ഇത് നീ തന്നെയാണ് ചെയ്തേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സജിന പറയുന്നുണ്ട്, ഇനിയും സംസാരിച്ച് നമ്മൾ ദേഷ്യപ്പെടുത്തേ ഉള്ളൂ, അതിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ വെക്ക്, ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ സജിന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇതേ കണക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ആ ഒരു പെൺകുട്ടി കേസുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്തവരുടെ കാര്യം ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും, അവർക്കെതിരെ നിയമ നടപടിയൊക്കെ വരും. എനിക്ക് അത് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ ഇതെടുത്ത് വെച്ച് ചെയ്യുന്നവർക്ക് പ്രശ്നം വരും എന്നുള്ള രീതിയിൽ സജിന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്ത് വരുന്ന സമയത്ത് കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സജിന അതേ കണക്കൊരു വീഡിയോ ഇട്ടത് ഈ ഒരു ഫിറോസ് പറഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഫിറോസും സജിനയും തമ്മിൽ ഇപ്പോഴും സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ, ഈ ഒരു കോൾ റെക്കോർഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അവളെ പറ്റിക്കുവാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാരിപ്പം സംസാരിക്കുന്നത്.